ഹലോ. ഹലോ, ലിയാഖത്ത് അലിയാ? അതെ. ശരി ശരി ശരി. ആരായിരുന്നു? തിര- തിരക്കിലാ? അല്ലല്ല, ആരായിരുന്നു? ആ, എന്ത്, ഞാൻ വേറെ കർണാടകത്തിൽ വിളിക്കുന്ന കർണാടകത്തിൽ നിന്നോ? അബ്ദുള്ള. ഉം, ഉം. വേണമെന്ത് തിരക്കില? അല്ല പറഞ്ഞോളൂ. പിന്നെ നിങ്ങളെല്ലാ ക്ലാസ് എല്ലാം ഞാൻ ഹലോ. ഹലോ. പറയൂ, വേഗം പറയൂ. ആ, അതെ അതെ, ഞാൻ പറയാനും, ഞാൻ ഫോൺ കിട്ടുന്ന വേണ്ടിട്ട് കഷ്ടാക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഉം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മളെ ഇപ്പോ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലേ, ഉം. മനുഷ്യരെ അള്ള സൃഷ്ടിച്ചത് എന്തിനാണെന്നുള്ളതൊരു ഉം. ഉത്തരം ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടായിരുന്നു. മനുഷ്യനെ അള്ള സൃഷ്ടിച്ചാണെന്ന് ഇപ്പൊ ആദ്യം നമ്മൾ തെളിയിക്കണ്ടേ? ഏഹ് മനുഷ്യനെ അള്ള സൃഷ്ടിച്ചതാണെന്ന് ആദ്യം തെളിയിക്കണ്ടേ? എന്നാലല്ലേ ഇപ്പൊ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ള കാര്യം വരുന്നുള്ളൂ. അല്ല, ഈ മനുഷ്യന് ഭൂമിയിൽ വരാനുള്ള കാരണം. അതന്നെ. ഉം അള്ള എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചത് അള്ളയാണോ എന്നുള്ള കാര്യം കൺഫേം ആക്കണ്ടേ? എന്നാലേ ഈ ചോദ്യം വാലിഡ് ആവുള്ളൂ. അല്ല, എനിക്ക് കൺഫർം ആണ്. അപ്പൊ നിങ്ങൾ തന്നെ അതിന്റെ ഉത്തരം പറയേണ്ടത് എന്തിനാണെന്ന്. അല്ല, നിങ്ങളെ ഉദ്ദേശം ഉം. അല്ല, എനിക്ക് കൺഫർം നിങ്ങൾ ആണ് എങ്ങനെ അല്ല കൺഫേം പഠിച്ചത്. ആക്കിയത്? ഏഹ് നിങ്ങൾ എങ്ങനെ കൺഫേം ആക്കിയത്? ഞാൻ കൺഫർം ആക്കിയത് പിന്നെ എല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരാൾ വേണമല്ലോ. ആയിക്കോട്ടെ, അത് അള്ളയാണെന്ന് നിങ്ങൾ എങ്ങനെ കൺഫേം ചെയ്തതെന്ന്. അല്ലാതെ പിന്നെ വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളിപ്പോ ആരാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരാള് തീരുമാനിക്കുകയാണോ? നിങ്ങൾ എങ്ങനെയാണിത് അള്ളാഹു ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് നിങ്ങൾ കൺഫർമേഷൻ ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് ചോദിക്കാണ്. നിങ്ങൾ എങ്ങനെയാണ് എല്ലാം ഏത് മെത്തേഡിലാണ് അത് ആ അന്വേഷണം അവസാനിപ്പിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് മെത്തേഡിൽ അന്വേഷിച്ചത്? ഒരുത്തനാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് ഉള്ള ബോധമുണ്ട്. എങ്ങനെയുണ്ടായി? അതിന് പിന്നെ യാതൊരു താരതമ്യം ഇല്ലാതെ ലോകം നിലനിൽക്കുന്നുണ്ടല്ലോ, എല്ലാതിന്റെ അതിന്റെ ഭ്രമണമണ്ഡലത്തില്. എങ്ങനെ എല്ലാ നിലനിൽക്കല്ലോ? ഇത് നശിക്കുന്നുണ്ടല്ലോ, ഒരറ്റത്തുനിന്ന് ഇങ്ങനെ പൊട്ടിയും പൊളിഞ്ഞും പാളീസായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ല, അതും സൃഷ്ടിച്ചവന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അത് ഒരാളാണ് എന്ന് പറയണില്ല, എന്താ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. ഒരാളല്ലെങ്കിൽ പിന്നെ നിലനിൽക്കലല്ലേ ഏതൊരു സംഗതി. അതെന്താ അതെന്താ രണ്ട് ദൈവവും രണ്ട് പ്രപഞ്ചം ഉണ്ടായിക്കൂടെ? അത് ഒരിക്കലും പറ്റൂല. അതെന്താ പ്രശ്നം എന്താ നിങ്ങൾ പറയും? രണ്ടാളാവുമ്പോക്കെ എങ്ങനെ ലോകം നിയന്ത്രിക്കാൻ പറ്റും? രണ്ടാള് അല്ല, രണ്ട് ഒരു വഴിക്ക്. ലോകമല്ല, രണ്ട് സെപ്പറേറ്റ് ലോകം. ഇങ്ങനെയല്ല ചിന്തിക്കുന്നെങ്കിൽ എന്തും ചിന്തിക്കുക, അത് ആ, വേറെ. അതിപ്പോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എങ്ങനെ ചിന്തിക്കേ? ഇപ്പൊ അള്ളാഹു ആണ് എന്നുള്ളതിന് പകരം കാക്കിരി പൂക്കിരി ആണെന്ന് ചിന്തിച്ചൂടെ? അതല്ല, അത് പിന്നെ ഒരു കുട്ടികളെ ബുദ്ധി പോലെ ആയി. അല്ലല്ല, അതിപ്പോ നമ്മൾ കുറച്ച് കനത്തിൽ നമുക്ക് തെളിയിച്ചു ഹുബാലാണെന്ന് പറഞ്ഞ തരുന്നല്ലോ, നമുക്ക് ഹുബാലാണെന്ന് ചിന്തിച്ചാൽ എന്താ സംഭവിക്കുക? പ്രവാചക മുഖേന ഹുബാലാണെന്ന് ചിന്തിച്ചാൽ ഗ്രന്ഥങ്ങൾ നമ്മളത് മുഖേന സംഭവിക്കുക. തെളിയിക്കുന്ന ഒരു സംഭവം. ഹുബാലാണെന്ന് ചിന്തിച്ചാൽ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റാ? അല്ല, അങ്ങനല്ല, നമുക്ക് ചിന്തിക്കാൻ മനുഷ്യന് വിവേക ഞാൻ ബുദ്ധി ഉണ്ടല്ലോ. ചോദിക്കുന്നത്, ഈ പ്രപഞ്ചവും അതിലുള്ള സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഹുബാലാണ്. ഉം. അങ്ങനെ ആ ശക്തിനെ ഹുബാൽ എന്നൊരു ഒരു വിഭാഗം ആളുകൾ വിളിച്ചിരുന്നു. ഉം. അത് ഹുബാൽ അല്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് പ്രൂവ് ആ ചെയ്തത്? പ്രവാചകന്മാർ മുഖേന ഏത് പ്രവാചകന്മാര്? 1,24,000 ഒരാളുടെ പ്രവാചകന്മാർ. പേര് പറയോ? അള്ളാഹു എന്ന ദൈവത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രവാചകന്റെ പേര്? ആദം മുതൽ, മുഹമ്മദ് അല്ലാത്ത? ആദം നബി മുതൽക്ക്. ഇല്ല, അങ്ങനെ ഒരു തെളിവില്ല. പിന്നെ അത് തെളിവുകൾ വേറെന്ത്? ഈ കഥ മുഴുവൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞ കഥകൾ മാത്രമാണ് ഇതിനൊക്കെയുള്ള തെളിവ്. അല്ല, ആദം നബി മുതൽക്ക് എല്ലാ പ്രവാചകന്മാർ ഇത് ഒന്ന് തന്നെയല്ലേ തെളിവ് പറഞ്ഞു പറയും, വന്നത്. തെളിവ് പറയും. തെളിവെന്ത്? എന്താ തെളിവ്? നിങ്ങൾ എവിടുന്നാണ് പറയണത്? മുഹമ്മദ് പറഞ്ഞ ഒരു കഥ, ആ, അതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണുള്ളത്? അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഇപ്പൊ തെളിവെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ മുഹമ്മദിന് മുൻപ് തെളിവുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഈ പറയുന്ന കഥക്ക് മുഹമ്മദിന് മുമ്പ് തെളിവുണ്ടോ? മുഹമ്മദിന് മുതൽ തെളിവുണ്ടല്ലോ. എവിടെ? ആ തെളിവ് മുഹമ്മദ് പറഞ്ഞ തെളിവല്ലേ ഉള്ളൂ. അതെ, ആ, അത് മുഹമ്മദിന് മുമ്പുള്ള തെളിവാവില്ലല്ലോ. അതിനല്ല അള്ളാഹു ഖുർആൻ ഇറക്കിയത്. അതാ പറഞ്ഞ, അത് മുഹമ്മദ് പറഞ്ഞല്ലേ അള്ള ഖുർആൻ ഇറക്കി തന്നൂന്ന്. അതെ, മുഹമ്മദ് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാല് ആ, അള്ളാഹു താല അങ്ങനെ നിയമിച്ച ആളെ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ എപ്പോഴും അങ്ങനെ ആര് കൺഫേം ചെയ്തു? അപ്പൊ നിങ്ങൾ ഈ അങ്ങനെ പറഞ്ഞ പിന്നെ 1,25,000 പ്രവാചകന്മാർ എന്ന് പറയുന്നിടത്ത് എവിടെയെങ്കിലും ഉം. ഈ മുഹമ്മദ് പറഞ്ഞതല്ലാത്ത ആ. ഇതുപോലത്തെ ഒരു മതവും ദൈവവും വിശ്വാസവും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വേറെ തെളിവുണ്ടോ? അതാണ് ചോദ്യം.
തെളിവ് ഖുർആനിന്. പിന്നെ ആൾക്കാരില്ലല്ലോ ജീവിച്ചിട്ട്. ഖുർആനല്ലല്ലോ അവസാനത്തെ ഒരു പ്രവാചകൻ, അതായത് ഒരു സംഘം ആളുകളെ 1,20,000 ആളുകളെ നിയോഗിച്ചതിൽ ആ ഉം. ദൈവത്തിന്റെ ഒറിജിനൽ പേരെഴുതിയ ഒരു ഗ്രന്ഥം ഉണ്ടാവുള്ളൂ. അതെ. ഒരു ഗ്രന്ഥം. ബാക്കിയുള്ളതിലൊക്കെ അള്ള തോന്നിയ പോലെ പേരിട്ടുക. ഏത്? അള്ളാഹു എന്ന ഏക ദൈവത്തെ പരിചയപ്പെടുത്തിയ ആ. വേറെ ഒരു പ്രവാചകന്റെ പേര് പറയൂ. മുഹമ്മദ് പറഞ്ഞ പൊട്ടക്കഥയിലുള്ളതല്ല, ഖുർആനിനെ അവലംബിച്ചിട്ട് അല്ലാതെ പറയൂ. ഖുർആന് മുമ്പ് ഇവിടെ മനുഷ്യന്മാരുണ്ടല്ലോ. ഉണ്ടല്ലോ. അതിലെവിടെയെങ്കിലും നിങ്ങൾ അവർക്കെല്ലാം കണ്ടിട്ടുണ്ടോ? വേദഗ്രന്ഥം ഉണ്ടായിരുന്നല്ലോ. ആ വേദഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഒരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ വേദഗ്രന്ഥം തന്നെ ഇല്ലല്ലോ. ഏഹ് ഖുർആന് മുമ്പുള്ള വേദഗ്രന്ഥം എവിടെ ഉണ്ട് ഇപ്പൊ? അപ്പൊ ഇതെവിടെ? അതെ, അതെല്ലാം നശിച്ചില്ലേ? എങ്ങനെ? അതാരാ പറഞ്ഞേ? ഖുർആന് വിരലോട് കൂടെ എല്ലാം ദുർബലപ്പെട്ടില്ലേ? അപ്പൊ അതിന്റെ ദുർബലപ്പെട്ടെങ്കിലും അർത്ഥം ആ അപ്പൊ സാധനം അവിടെ മുഹമ്മദിന് മുമ്പ് ഉണ്ടാവൂലേ? ആളില്ലെന്നാ? അതിന്റെ അല്ല. ആശയം ദുർബലപ്പെട്ടെങ്കിലും അതിന്റെ സംഭവം അവിടെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങള് മുഹമ്മദ് നബി പറഞ്ഞു എന്ന ഒരു പൊട്ടക്കഥയിൽ അഭിരമിക്കുകയല്ലാതെ നിങ്ങൾ പറയാൻ പോകുന്നതിനോ നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്നതിനോ നിങ്ങൾക്ക് കാര്യമായ തെളിവൊന്നുമില്ല. പിന്നെ ഈ അല്ല അപ്പൊ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള മുഹമ്മദ് ഒരു അപ്പൊ മിനിറ്റ്, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവ് അള്ളാഹു ആണ് എന്ന് മുഹമ്മദ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് അപ്പൊ ഇനി മനുഷ്യന്മാരെ ഇല്ലാന്ന് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അങ്ങനെയാണോ? നിങ്ങൾക്ക് അങ്ങനെയാണോ മനസ്സിലാണോ? നിങ്ങളൊരു ഉസ്താദല്ലേ, നിങ്ങൾ എന്തെങ്ങനെ ചെറിയ അല്ലാന്ന്. കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? അല്ലല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞ ഗ്രന്ഥം ഇല്ലെങ്കിൽ അപ്പൊ മനുഷ്യരും ഇല്ലാന്ന് അതിന്റെ അർത്ഥം? അതാണ് ഞാൻ ചോദിച്ചത്. തെളിവില്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലാന്നല്ലേ അതിന്റെ അങ്ങനെയൊന്നും അർത്ഥം? അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ പറയുന്ന വാദത്തിന് നിങ്ങളുടെ കയ്യിൽ തെളിവ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ആൾക്കും തെളിവില്ല, ഗ്രന്ഥത്തിനും തെളിവില്ല. നിങ്ങൾ പറയുന്ന വാദത്തിന് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ചില കാര്യങ്ങള്, മുഹമ്മദ് പ്രവാചകനാണ്, അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഹുബാൽ അല്ല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് എങ്ങനെയാണ് മുഹമ്മദ് കൺഫേം ചെയ്തതെന്നാണ് എന്റെ ചോദ്യം. മുഹമ്മദ് കൺഫേം ചെയ്തത് മുഹമ്മദ് നബിയെ അള്ളാഹു സൃഷ്ടിച്ചു, അള്ളാഹുവിനെ കണ്ട വ്യക്തിയാണ് മുഹമ്മദ് നബി. എന്നാ മുഹമ്മദ് നബി പറഞ്ഞൊരു കഥയല്ലാത്ത വേറെ തെളിവൊന്നുമില്ലല്ലോ. വഹിയിലൂടെ പ്രവാചകന് എല്ലാ സന്ദേശങ്ങളും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, വഹിയിലൂടെ അറിയിച്ചു കൊടുത്തു. വഹി എങ്ങനെ കിട്ടിയത്? ജിബ്രീൽ മുഖേന. ജിബ്രീൽ വന്ന് മുഹമ്മദിനോട് പറഞ്ഞപ്പം വന്നത് ജിബ്രീലാണെന്ന് മുഹമ്മദ് നബി എങ്ങനെ കൺഫേം ചെയ്ത്? അത് അങ്ങനെ ചോദിച്ചാൽ പിന്നെ ഉറപ്പല്ലേ? ഇപ്പൊ നിങ്ങളടുത്ത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളെ പേരെന്താ? എന്റെ അബ്ദുള്ള. അബ്ദുള്ള. ഇപ്പം നിങ്ങളടുത്ത് കാസർഗോഡാ? അതെ അതെ. ഓക്കെ. നിങ്ങളടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ്, ഞാൻ ലിയാക്കത്ത് പറഞ്ഞയച്ച ഒരു ദൂതുമായി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് പോകുന്നു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞതാണോ അല്ലേന്ന് കൺഫേം ചെയ്യുക? 2-3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളും ഞാനും തമ്മിൽ അതിനെ മുൻപരിചയം ഉണ്ടാവണം. അല്ലെ ഈ വന്ന ആളും നിങ്ങളും തമ്മിൽ മുൻപരിചയം ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ 3 പേരും പരസ്പരം അറിയുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ വന്നാൽ ഇത് കൺഫേം ചെയ്യാനും വിളിച്ച് ചോദിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. അറബ് നാട്ടിലെ ഖുറൈശികളുടെ ഇടയിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ അടുത്തേക്ക് അയാൾക്ക് ഒരു അശരീരി വന്നു എന്നാണ്. ഈ അശരീരി വന്നത് അള്ളാഹു പറഞ്ഞയച്ച ജിബ്രീലാണ് എന്ന് മുഹമ്മദ് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാണ് ചോദ്യം. അത് ജിബ്രീൽ പറഞ്ഞിട്ടുണ്ടാവും, എന്നെ അള്ളാഹു അയച്ച ആള്, എന്റെ പേര് ജിബ്രീൽ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ അത് അങ്ങനെ തന്നെ ആണോന്ന് എങ്ങനെ ഉറപ്പിക്കും? അത് അങ്ങനെ തന്നെ ആണെങ്കിൽ നമുക്ക് ആയത്തുനിന്നാണ്. അതിപ്പോ പിശാചിന് വേണമെങ്കിൽ ഇബിലീസിന്, നിങ്ങൾ കഥ അനുസരിച്ച് ഇബിലീസിന് വന്നിട്ട് അങ്ങനെ പറഞ്ഞൂടെ? അല്ല, ഇബിലീസിന് പറഞ്ഞ അതിന്റെ യാഥാർത്ഥ്യം അവിടെ നടന്നല്ലോ. അല്ല, ഇബിലീസിന് വന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞൂടെ, ഞാൻ അള്ളാഹ് പറഞ്ഞയച്ചതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? അറിയാത്തത് അറിയിച്ചു കൊടുത്തു. ഞാൻ ചോദിക്കണേ നിങ്ങൾ സമാധാനം പറയും. ഇപ്പൊ ഫസ്റ്റ് അറിയാത്തത് അറിയിച്ചാൽ കുറെ കാലം കഴിഞ്ഞിട്ടുള്ള കഥയല്ലേ. ഫസ്റ്റ് വന്നിട്ട് ഈ പറയുന്ന പറച്ചില് ഇബിലീസിന് വേണമെങ്കിലും ചെയ്തൂടെ? അല്ല, ഇബ്ലീസിന് ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹ് അത് എന്റെ ഒരു ഉറപ്പില്ലാതെ പ്രവാചകൻ എങ്ങനെ അള്ളാഹ് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. ഇബ്ലീസ് ആള് വേറെയാണ്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് മുഹമ്മദിന്റെ അടുത്ത് ഒരാള് ഒരു അശരീരി വന്ന് പറയുമ്പോ അത് ഇബ്ലീസ് ആണോ പിശാജാണോ എന്ന് എങ്ങനെയാണ് മുഹമ്മദ് നബി കൺഫേം ചെയ്യണത്? അതാണ് ചോദിക്കുന്നത്. അത് കൺഫേം ചെയ്യാതെ ഇബ്ലീസിനെ വേറെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വന്ന ആൾ എങ്ങനെയാണ് മനസ്സിലാവുക? ഇവര് മനുഷ്യന്മാരെ വേഷത്തിലാണോ വന്നേ? ആയിട്ടുണ്ടാവും. അപ്പൊ ജിബ്രീലിന് മുഹമ്മദ് നബിക്ക് മുൻപ് പരിചയമുണ്ടോ? കണ്ട പരിചയമുണ്ടോ? കണ്ട പരിചയം മുമ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ വളരെ പ്രധാനമാണ് സുഹൃത്തെ. നിങ്ങളടുത്ത് ഇപ്പൊ ഒരാൾ വന്നിട്ട് ലിയാക്കത്തിന്റെ ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കൺഫേം ചെയ്യാ? അയാൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് വിശ്വസിക്കുക നിങ്ങൾ ചെയ്യാം. അതിന്റേതായ അറിവ് കൊടുത്തിട്ടുണ്ടാവും. എന്തറിവ്? അള്ളാഹുവിനെ മുഹമ്മദ് നബിക്ക് എങ്ങനെ മുൻപരിചയം?
അതല്ലേ എങ്ങനെയാണ് ഇത് കൺഫേം ചെയ്ത് ഒരു പറഞ്ഞത്? മനുഷ്യന് അതന്നെ റസൂലുള്ള സാധാരണ മനുഷ്യനല്ല എന്ന് പറയുന്നതിന് അർത്ഥം ഒരു ആരാ മനുഷ്യനൊക്കെ പറഞ്ഞല്ലാന്ന്? അള്ളാഹു തെരഞ്ഞെടുത്ത ആള് അത് പ്രത്യേകതയാണ്. ഇപ്പൊ അത് നിങ്ങൾ പറയുന്ന കഥ. ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഇത് പറഞ്ഞുതരും, എങ്ങനെയാണ് മുഹമ്മദ് നബി ഇത് കൺഫേം ചെയ്തത്? മുഹമ്മദ് നബി കൺഫർ ചെയ്തതിന്റെ യഥാർത്ഥ സത്യം അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. എങ്ങനെ മുഹമ്മദ് എങ്ങനെ കൺഫേം ചെയ്തു? ഇപ്പൊ എന്റെ അടുത്ത് ഒരു അശരീരി കേട്ടു, അത് ജിബ്രീലാണോ പിശാചാണോ അത് അതോ എനിക്ക് റസൂലുള്ള വെറുതെ തോന്നിയ പരിശോധിച്ചിട്ടുണ്ടാവും. വെറുതെ തോന്നിയ ഒരു എന്താ പറയാ ഇതാണോ എന്ന് എങ്ങനെയാണ് റസൂലുള്ള ഒരാൾ പരിശോധിച്ചിട്ടുണ്ടാവും. എങ്ങനെ എങ്ങനെ പരിശോധിക്കും? എനിക്ക് അത് എങ്ങനെയെന്ന് റസൂലുള്ളാന്റെ ബുദ്ധി കൊണ്ട് റസൂലുള്ള പരിശോധിച്ചിട്ടുണ്ടാവും. അത് എങ്ങനെ ശരിയായതാണോ, അതെങ്ങനെ ഇബ്ലീസിന്റെ നമുക്ക് വഴിയിലാണോ, ബോധ്യപ്പെടും സുഹൃത്തെ? സത്യമാണോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് നബി അത് വെറുതെ പറഞ്ഞതാണോ അല്ലേ എന്നെന്താ ഉറപ്പ്? വെറുതെ ഒരു മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റുന്ന സംഗതിയല്ല. എന്താ നിങ്ങൾ അവിടെ കുറെ കള്ളപ്രവാചകന്മാർ എന്ന് പറഞ്ഞ കുറെ ആൾക്കാരെ തല്ലിക്കൊന്നിട്ടുണ്ടായില്ലേ മുഹമ്മദ് നബിന്റെ കാലത്ത്? അല്ല, അതിന്റെ യാഥാർത്ഥ്യം സത്യം ഒരുപാട് മുഹിസത്ത് വെളിപ്പെടുത്തിയ എന്ത് 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 എന്തില്ലേ? മുഹമ്മദ് നബിയുടെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് വായിക്കുന്നു പറഞ്ഞു എന്നുള്ളതാണല്ലോ. അതെ അതെ ഓക്കെ, അവിടെക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് നബി എന്തിനാ ഈ ഹിറാ ഗുഹയിൽ പോയിരുന്നത്? ഇറാഖിൽ പോയി അള്ളാഹു അങ്ങനെ ഒരു വഹി കൊടുത്തു. എന്ത് വഹി? ഏഹ് എന്ത് വഹി? അത് ഖുർആൻ ഇറക്കാൻ വേണ്ടിട്ട്. എങ്ങനെ? അപ്പം ഈ ഖുർആൻ ഇറങ്ങുന്നതിന്റെ ഇക്രയിന് മുമ്പ് തന്നെ വഹി കിട്ടിയോ മുഹമ്മദ് നബിക്ക്? അള്ളാഹു തോന്നിപ്പിക്കല്ലോ ഓരോ മനുഷ്യനും. ഒരു തോന്നല് മനുഷ്യന്റെ അത്ഭുതം, ഒരു മനുഷ്യൻ അള്ളാഹു ഒരു തോന്നല് പോയിരുന്നതാണ്. ആ തോന്നല് തോന്നിപ്പിച്ചത് ഇല്ല ഈ തോന്നല് അള്ളാഹു തോന്നിപ്പിച്ചതാണ്. ദൈവമാണോ പിശാചാണോ? എങ്ങനെ പിശാചിനെ മനുഷ്യനെ തോന്നിപ്പിച്ചൂടെ? അല്ല, പിശാചിന്റെ ഒരു പ്രവർത്തനം റസൂലുള്ളാഹിൽ ഇല്ലല്ലോ. അതൊക്കെ നമ്മളിപ്പോ പറയാവുന്നതല്ലേ സുഹൃത്തെ. പിശാചിനെ പറ്റിയും നമ്മൾ വെറുതെ നമ്മളങ്ങോട്ട് അന്ധമായി വിശ്വസിക്കല്ലാതെ ഈ പറയണതിനൊന്നും തെളിവില്ല. അതായത് ഒരു കഥയുണ്ട്. എന്ത് തെളിവ്? ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരു തെളിവ്? ജനലക്ഷക്കോടി ജനങ്ങള് വിശ്വസിച്ച് പിൻപറ്റി ജീവിച്ചതിന് തെളിവല്ല. അത് തെളിവല്ല. ജനകോടികൾ ഒരു നുണയിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ആ നുണ സത്യമായിക്കൊള്ളുന്നില്ല. അപ്പൊ വിശ്വാസം ഇല്ല. ഇപ്പൊ ഏതിൽ ഖുർആനിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത? ഇല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു വന്ന വാദത്തിനാണ് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞത് അള്ളാഹു ആണ്. ഈ അള്ളാഹു അല്ലെങ്കിൽ അങ്ങനെ എന്താ നിങ്ങൾ ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നില് അള്ളാഹു അല്ലെങ്കിൽ പിന്നെ ആരാണെന്നോ, പിന്നെ എങ്ങനെ ശരിയാവുന്നെന്തോ ചോദിച്ചാലോ? അപ്പൊ ആദ്യം ഇത് അള്ളാഹു ആണോ സൃഷ്ടിച്ചതെന്ന് അറിയണ്ടേ നമുക്ക്? അല്ല, അള്ളാഹു പിന്നെ അല്ല, ഏതായാലും ഞാൻ പറയണത് ഈ പറയുന്ന കഥകളുടെ മൊത്തം, അതായത് സൃഷ്ടിച്ചു എന്നും സൃഷ്ടിച്ച ആളുടെ പേര് അള്ളാഹു ആണ് എന്നും ഇതിന്റെ ഒക്കെ തെളിവ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നുള്ളതാണ്. ആ പ്രവാചകൻ അള്ളാഹു ഗ്രന്ഥം വഹ്യ മുഖാന്തരം കൊടുത്ത് ദിവ്യബോധനം കൊടുത്തു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന തെളിവ്. ആ തെളിവിന്റെ അടിസ്ഥാനം അറിയണമെങ്കിൽ മുഹമ്മദിന് എങ്ങനെ നുബുവത്ത് കിട്ടി? നുബുവത്ത് കിട്ടിയത് എങ്ങനെ മുഹമ്മദ് നബി കൺഫേം ചെയ്തു? അള്ളാഹു അയച്ച ദൂതനാണ് മലക്ക് എന്ന്, അല്ല ജിബ്രീൽ എന്ന് മുഹമ്മദ് എങ്ങനെ കൺഫേം ചെയ്തു എന്നതിന് തെളിവ് വേണം. ഒരുപാട് പറയുന്നുണ്ടല്ലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാള് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് നുണ പറയാൻ പറ്റും. അതിലൊരു ഒരു പർട്ടിക്കുലർ ഇപ്പൊ നമ്മളെ നരേന്ദ്രമോദി ഇന്ത്യയിൽ റസൂലുള്ളാഹിനെ പറ്റി എല്ലാ വിവരം വരുന്നത് അഹമ്മദിന്റെ പേരാണ്. ഏത് തെളിവും വെച്ചിട്ട് ഏത് ഇഞ്ചിയില്ല? ഇഞ്ചിയിൽ എന്താ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത്? അവസാനം ഏത് ഇഞ്ചിയില്? അതെ, ഈസാ നബിന്റെ ഗ്രന്ഥത്തിൽ. അത് നിങ്ങളല്ലേ പറഞ്ഞ ആ ഗ്രന്ഥങ്ങളൊന്നും മുൻവേദങ്ങളൊന്നും ഇവിടെ ഇല്ലാന്ന്? എങ്ങനെയാണ് മുൻവേദങ്ങളൊന്നും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞങ്ങള്? അല്ല, ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. ചരിത്രം പറയുന്നത് കാലത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. അത് ഉണ്ടായിരുന്ന ഗ്രന്ഥവും ഇപ്പോഴുള്ള ഗ്രന്ഥവും മാറിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയണത്? ഇപ്പൊ മാറിയിട്ടുണ്ട്. അത് തെറ്റല്ലേ നിങ്ങൾ പറയണത്? എന്ത്? ഖുറാനേക്കാളും പഴക്കമുള്ള ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതികൾ നമുക്ക് ലഭ്യമല്ലേ? ലഭ്യമാണ്. അതിലെന്ത് മാറ്റം ഉണ്ടായി നിങ്ങൾ പറയണേ? അല്ല, അതില് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഖുർആനുമായിട്ട് അതും താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്ന ഇഞ്ചീലില്, സബൂറില്, തൗറാത്തിലൊക്കെ ഈ പറയപ്പെടുന്ന അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അള്ളാഹുവിന് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇല്ല. അങ്ങനെ ഇല്ല. പിന്നെ എങ്ങനെയുള്ള? അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയേണ്ടത് ബൈബിൾ പണ്ഡിതന്മാരും ഈ തോറയുടെ പണ്ഡിതന്മാരും അല്ലേ? അവർക്ക് ആർക്കും ഇങ്ങനെ അള്ളാഹു എന്ന് പറഞ്ഞ ദൈവത്തെ അറിയില്ല. പിന്നെ അറിയില്ല. അവർക്ക് അവരുടെ ദൈവത്തിന്റെ പേര് യാഹുവേ എന്നാണ്. അങ്ങനെ പറഞ്ഞാലോ? എങ്ങനെ പറയുന്നത്? അങ്ങനെ ഇപ്പൊ നിങ്ങളെ പേര് അബ്ദുള്ള എന്നാണ് പറഞ്ഞു. നിങ്ങളിപ്പം കർണാടകത്തിൽ അബ്ദുള്ളയും പിന്നെ മലയാളത്തിൽ വരുമ്പോ അള്ളാന്റെ അടിമീന്നാണോ പറയാ? അല്ലല്ലോ. നിങ്ങളെ പേരല്ലേ? അള്ളാഹുവിനൊരു പേര് അള്ളാഹു എന്നല്ല അതിന്റെ ഒറിജിനൽ നെയിം.
ആ, ആ. അല്ലേ? ബാക്കിയൊക്കെ അല്ല വിശേഷണങ്ങളായിട്ട് അവർ ബാക്കി 199 വിശേഷണങ്ങൾ പറയുന്നുണ്ട്, നാമങ്ങൾ, ഉം, അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. ആ, ഏഹ് അതെ, അതിലൊന്നിലും യാഹുവ ഇല്ല. യാവയില്ല. ഇല്ല. അപ്പൊ ഉം, ഇവർ വിചാരിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും ഇവർ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളതും ആരാധിച്ചിരുന്നതും യാഹുവയാണ്. ആ, അപ്പൊ ആ യാഹുവയെ പറയുന്നത് കഥയും ഈ കഥയും ഒന്നാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? അതാണ് അത് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് പറഞ്ഞതല്ലാത്ത ഈ ആ, അള്ളാഹു ആണ് ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവ്, ശക്തി എന്നതിന് ആ. ഈ മുഹമ്മദ് പറഞ്ഞ ഈ നുബുവത്ത് എന്ന് പറയുന്ന കള്ളക്കഥയുടെ പുറകേക്ക് മുഹമ്മദ് നബി പറഞ്ഞ കളവല്ലാത്ത എന്ത് തെളിവാണ് നിങ്ങളെത്തുള്ളത്? അതാണ് ചോദ്യം. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളത്. അല്ല, നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ പറയും, അല്ല ഇല്ലെങ്കിൽ അല്ല അടുത്ത അല്ല ചോദിച്ചോളി. ഓക്കെ ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് അപ്പൊ ഒരു പ്രവാചകന്മാരും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അതൊന്നും തെളിവില്ലാത്തവര്. പറഞ്ഞതിന് അർത്ഥമല്ല. അല്ലല്ല തെളിവല്ലാതെ അർത്ഥം. മുഹമ്മദ് നബി പറഞ്ഞ കഥകൾക്ക് മുഹമ്മദ് പറഞ്ഞതല്ലാത്ത ഒരു തെളിവില്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ മുമ്പ് മുഹമ്മദ് ഇപ്പോ ഈ ആദം നബിയോ അല്ലെങ്കിൽ ഇബ്രാഹിം നബിയോ മൂസ നബിയോ അതിനൊന്നും തെളിവില്ല. ഇല്ല. അങ്ങനെ ഒരാൾ ലോകത്ത് വന്നെന്നുള്ളത്. ഉം, ഉം. തെളിവില്ല. അങ്ങനെ തെളിവ് മനുഷ്യന്മാരുണ്ട് എന്ന് കഥകൾ വേറെയുണ്ട്. പക്ഷെ ആ കഥകളിൽ അള്ളാഹു എന്ന് പറയുന്ന ദൈവമല്ല. വേറെ കഥ എവിടെയുള്ള? വേറെ കഥ തോറയിലുണ്ട്. തോറയിലുണ്ട്. ആ അല്ല തോറയിൽ പക്ഷെ തൗറയിലുള്ള കഥ അള്ളാഹു എന്ന് പറഞ്ഞ കേട്ടിട്ട് ദൈവമല്ല. ഏഹ് ആ തോറയിൽ അള്ളാഹു എന്ന ദൈവമില്ല. അതെന്തെന്ന് എനിക്കറിയില്ല. വേറെ ബൈബിളോ ഇഞ്ചിലോ സബൂറായിട്ടൊന്നും നമുക്ക് ടച്ച് ഇല്ല. നിങ്ങൾക്ക് ടച്ച് ഇല്ലത് അത് ആകെ ഖുർആനായിട്ടാണ്. ഖുർആനായിട്ട് മാത്രം. ആ ഖുർആനിൽ പറഞ്ഞതല്ലാത്ത, ആ ഖുർആൻ ഒരു തെളിവും വെളിവും ഇല്ലാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊന്നും യാതൊരു തെളിവുമില്ല. അത്തരം ഒരു തെളിവില്ലാ വാദം മാത്രമാണ് അള്ളാഹു ആണ് ഇതിന്റെ പിന്നിലെ ശക്തി എന്നുള്ളത്. ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാര് ലോകത്തുണ്ട്. ആ, ഓക്കെ, ആ ശക്തിക്ക് അവർ പല പേരിട്ട് വിളിക്കുന്നുണ്ട്. അതിൽ ആ, അള്ളാഹു ആണ് ആ യഥാർത്ഥ ശക്തി എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ യാതൊരു തെളിവുമില്ല. ആകെ നിങ്ങൾക്ക് പറയാവുന്നത് ഏതാണോ ആ ശക്തി, ആ ശക്തിയാണ് അള്ളാഹു എന്ന് പറയാം. അതായത് റിവേഴ്സ് ആയിട്ട് നമ്മൾ തെളിയിക്കാം. എന്താണോ എന്തിനെയാണോ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത് അതാണ് അള്ളാഹു എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ മതം പൊളിയും. അങ്ങനെ പ്രശ്നമുണ്ട്. മനസ്സിലായോ? അപ്പം ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളിപ്പം എന്താ പറയാ, യാഹുവേ എന്നുള്ളത് അള്ളാഹുവിന്റെ പഴയ പേരായിരുന്നു, വേറെ ഭാഷയിലെ പേരാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബ്രഹ്മാവിനെ നിങ്ങൾ അള്ളയാണെന്ന് അംഗീകരിക്കേണ്ടി വരും. അതെങ്ങനെ? അങ്ങനെ ഇവിടുത്തെ പേര് ചിലപ്പോ അള്ളാഹുവിന്റെ പേര് ബ്രഹ്മാവാണെങ്കിലോ? ബ്രഹ്മ ബ്രഹ്മ എവിടെ ജനിച്ചത്, എവിടെ നമുക്ക് ചരിത്രം? അത് ദൈവം പിന്നെയും മനുഷ്യ മുന്നേ ആവില്ലല്ലോ. അങ്ങനെ പിന്നെ അങ്ങനല്ലേ? ബ്രഹ്മാവ് ജനിച്ചു എന്ന് എവിടെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അല്ല നമ്മള് പരബ്രഹ്മം എന്നാണെങ്കിലോ? ഏത് ബ്രഹ്മായതും പരബ്രഹ്മം. ഏത് സാധനം ആയാലും ആ, ദൈവത്തിന്റെ മുന്നേ അത് അള്ളാഹു, മുഹമ്മദ് നബിന് അള്ളാഹു എന്ന് പറഞ്ഞ ദൈവം തന്നെ അലൈവല്ല. അതാ പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ഒരു അള്ളാഹു മുഹമ്മദ് പറഞ്ഞ കഥകളിൽ അല്ലാതെ എവിടെ ഉണ്ടായിട്ടില്ല. എവിടെ ഉണ്ടായിട്ടില്ല ഇല്ല. പിന്നെ ആകെ അള്ളാഹു എന്നുള്ള പേരുണ്ടായിരുന്നത് മക്കക്കാരുടെ ഇടയിലെ അറബികൾക്ക് ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പമാണ്. ആ ദൈവസങ്കല്പത്തിനാണ് ഈ പെൺകുട്ടികളൊക്കെ ഉണ്ടേനു. അല്ലല്ല, അത് വേറെ വിഷയം. അത് ബിംബാരാധനയും അത് വേറെ മക്കത്ത് പല അത് ബിംബങ്ങളും തെറ്റാണ് വെച്ച് എന്ന് തെളിയിച്ച് മുഹമ്മദ് കൊണ്ടുവരുന്ന ഒരു കാര്യത്തെ അതിനെല്ലാം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ സ്വന്തം നിലക്കുള്ള തെളിവുണ്ടാവണം. ഒരു തെളിവില്ല. അല്ല, റസൂലുള്ള ജനിക്കുന്ന സമയത്ത് മക്ക എങ്ങനെ ആയിരുന്നു, ലോകം എങ്ങനെ ആയിരുന്നു എന്നുള്ളതിന്റെ എല്ലാം കഥ പറയുന്നു. അതൊക്കെ മുഹമ്മദ് പറഞ്ഞ കഥയാണ്. ചെറിയ വര വലിയ വര അത്ര. ഞാൻ വരുന്നതിന്റെ മുമ്പ് ചെറിയ വരയൊന്നും, ഞാൻ വന്നിട്ടാണ് വലിയ വര ഉണ്ടായതെന്ന് ഒരു വെറുതെ പറയുന്നതാണ്. അതെങ്ങനെ വെറുതെ പറയുന്ന? അതിനെ എന്താണ് പരിചയപ്പെടുത്തിയ ആളുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താണ് എല്ലാവരും പറയുന്നത് വെറുതെ എന്ന് പറയാം. അല്ല. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, അല്ലല്ല, ഇപ്പൊ ഞങ്ങള് റസൂലുള്ള പറയുന്നത് വെറുതെ പറയുമ്പോ നിങ്ങൾ പറയുന്നത് വെറുതെ എന്ന് നമുക്കും പറഞ്ഞു. അത് പിന്നെ പറയാം. അതെ അതിന് അതെ കുഴപ്പമൊന്നുമില്ല. ഇനി അതെ അതെ. നിങ്ങൾക്ക് പറയാം, പക്ഷെ നിങ്ങൾ പറയുന്നതിന് തെളിവ് വേണം, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മളിപ്പോ നമുക്കതിൽ നമ്മള് വേറെ അവകാശവാദങ്ങളൊന്നുമില്ല. നിങ്ങൾ പറയുന്ന ചില കഥകളുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് മക്കയിൽ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് മക്കയിൽ എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം ഇത് തന്നെയല്ലേ, എന്തായിരുന്നു? അരാജകത്വം. എന്തായിരുന്നു അരാജകത്വം എന്ന് പറഞ്ഞാൽ? ഇതെന്നുള്ളത് ഒരു വിശ്വസ്തതയില്ല. അന്ന് മുഹമ്മദ്, അത് മക്കന്റെ പ്രശ്നമല്ല. അത് പല പ്രദേശങ്ങളിലും അതെ, ഒരു പ്രദേശം രാജഭരണങ്ങളും രാജാവും കൊട്ടാരമൊന്നും ഇല്ലാത്ത ഗോത്രങ്ങളായിട്ട് തന്നെയാണ് മനുഷ്യന്മാർ കുറെ കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. അതെ അതെ അതിന്റെ 1, 2, 3 നൂറ്റാണ്ട് മുൻപ് വരെ അങ്ങനെ തന്നെയാണ് മനുഷ്യർ ജീവിച്ചത്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ പിന്നെ പതിയെ പതിയെ സംവിധാനം, അതായത് രാജ്യ സംവിധാനങ്ങൾ, രാജാവ്, കൊട്ടാരം, രാജഭരണം, പട്ടാളം തുടങ്ങിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്.
ഉം. അത് മുഹമ്മദിന് മുൻപും പിന്നെ എന്താ പറയാ, എന്താ നമ്മുടെ ഈ ഭാഗത്തേക്ക് പറയാ, ഷാം പോലെയുള്ള ഈജിപ്തിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടാവും ആ ഉണ്ട്. സമയത്ത്. അതിൽ പെടാതെ ജീവിച്ചു പോയ ഒരു കൂട്ടം ഗോത്ര മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ അതെ. അത് ഏതെങ്കിലും തെറ്റായിട്ടല്ല, അത് കാലത്തിൽ മനുഷ്യന്മാരുടെ ചരിത്രത്തിൽ അങ്ങനെ പല പ്രദേശങ്ങളിലും ഉണ്ട്. ഇപ്പോഴും ഉം. അത്തരം ഗോത്ര ജീവിതം നയിക്കുന്ന നാടുകളില്ലേ? ഉണ്ട് 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 ഉണ്ട്. നമ്മൾ അന്തമാനിലില്ലേ ഗോത്ര ഉണ്ട് സമൂഹങ്ങള്? ഉണ്ട് ഉണ്ട്. ഉണ്ട്. അപ്പൊ പക്ഷെ അത് അതിലൊരാള് അവരെ ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റണം. അത് ഉം. ആധുനിക അല്ലെങ്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ദേശരാഷ്ട്ര സങ്കല്പത്തിൽ ഒരു രാജ്യം കെട്ടിപ്പടുക്കണം. ഈ ഗോത്രങ്ങളെ തമ്മിൽ ഏകോപിപ്പിച്ചിട്ട് ഉം. ഒരു വലിയ ഒരു രാഷ്ട്രം പോലെ ഉണ്ടാക്കി അതിന്റെ നേതാവാകണം എന്ന് ഒരാൾ ആഗ്രഹിച്ചു ഉം. എന്നതിൽ തെറ്റൊന്നുമില്ല. അതാണ് നിങ്ങളുടെ അതിൽ വാദമെങ്കിൽ അതിലും തെറ്റില്ല. പക്ഷെ അല്ല അതിന് നിങ്ങൾ ഈ പറയുന്ന ഇതാണെങ്കിൽ അള്ളാഹുവിന്റെ അല്ല, കഥ വരുന്നില്ല. അതിന്റെ ആവശ്യം ഇത്ര ജീവൻ പണയം വെച്ചിട്ട് പ്രവർത്തിക്കേണ്ട അങ്ങനെ ആവശ്യമില്ലല്ലോ തന്നെയാണ് നബിക്ക്. എല്ലാ സാമ്രാജ്യത്വ ശക്തികളും ഉണ്ടായി വന്നിട്ടുള്ളത്. അവരവരുടെ അങ്ങനെയാണെങ്കിൽ ജീവിതം അതുകൊണ്ട് ഒരു സുഖിക്കുന്ന ആളാണ്ട് അതൊന്നും റസൂലുള്ള സ്വീകരിച്ചില്ല. ഇഷ്ടംപോലെ സൂചിച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ആവശ്യത്തിന് സൂചിച്ചിട്ടുണ്ട്. എന്താ സുഖം എന്ന് പറഞ്ഞാൽ ഏഹ് എന്ത് സുഖങ്ങൾ ഉദ്ദേശിച്ചത്? സുഖം എന്ന് പറയുന്നത് എല്ലാ നിലക്കുള്ള സുഖം. എന്ത് സുഖം? എല്ലാം നിലക്കോ ഭക്ഷണ നബി രീതിയിലും. സുഖിച്ചിട്ടുണ്ട്. ആ, ഏഹ് ആ, പിന്നെന്ന് ആ, പറഞ്ഞാൽ നമ്മൾ പ്രാരംഭഘട്ടത്തിൽ ഇപ്പം നമ്മളൊരു കച്ചവടം ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി പോവാണ്. ആ, ഓക്കെ. ആ. മഹാത്മാഗാന്ധിയെ റസൂലുള്ള പോലുള്ള ആൾക്കാര്, എത്രയോ ദിവസം അല്ലല്ല, പട്ടിണി അല്ല മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന്റെ അല്ലല്ല സ്വാതന്ത്ര്യം ഞാൻ നേടുന്നതിന് ഞാൻ അല്ല വേണ്ടി അങ്ങനെ. പ്രയത്നിക്കുമ്പോ അയാൾ ഉം, സുഖിച്ചിട്ടില്ല എന്നതിന് അയാൾക്ക് ഇവിടെ ഇന്ത്യ സ്വതന്ത്രമായിട്ടൊരു രാഷ്ട്രമാകണം എന്ന താല്പര്യമില്ലായിരുന്നു എന്നൊരു തെളിവാണോ? ആ, അല്ലല്ലോ. അല്ല 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 അല്ല. അല്ല അപ്പൊ ത്യാഗം റസൂൽ എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് സുന്ദരമായ ദൈവികമാകണം എന്ന് വീടില്ല, യാതൊരു നിർബന്ധവും ഇല്ല. അല്ല സുന്ദരമായ വീടില്ല, ഭക്ഷണമില്ല, അത് ആർക്കും വസ്ത്രമില്ല, ഇല്ല അന്നത്തെ കാലത്തെ. കാരണം ആർക്കില്ല. ഗോത്രത്തിൽ നിന്ന് കൊട്ടാരങ്ങളിലേക്ക് എത്താനുള്ള കാലഘട്ടം മുഹമ്മദ് നബിക്ക് ഉണ്ടായിട്ടില്ല. ആകെ 13 കൊല്ലം കിട്ടിയത്. അതെ. അല്ല, 10 കൊല്ലം ആ, അല്ലേ? അതെ അതെ. ആ, പിന്നെ ആദ്യത്തെ 13 കൊല്ലം ഖദീജയുടെ കൂടെ കഴിഞ്ഞു. ഉം, 11 കൊല്ലത്തോളം. ആ, ഓക്കെ. അല്ല അതപ്പോ സൂഹിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതിനുശേഷം സുഖിച്ചു. ഏഹ് എന്താ സുഖം എന്ന് പറഞ്ഞാല്? അല്ല സുഖം എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച് അധികാരമാണ് ആ ലക്ഷ്യം വെച്ച് മുന്നോട്ട് 3 പോകുന്നതെങ്കിൽ മാസം കാലം പട്ടിണി നിൽക്കുക, അതൊക്കെ അല്ലെങ്കിൽ ചെയ്യും. ഒരാഴ്ചക്കാലം പറഞ്ഞുതരാം പട്ടിണി നിൽക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം ആ, ഒരാള് ഒരു അധികാര സ്ഥാനമാണ് ലക്ഷ്യം വെക്കുന്നത്. ആ ആ, പ്രദേശത്തിന്റെ മുഴുവൻ നിയന്ത്രണമുള്ള ഒരു ഉം, നേതൃത്വമാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾ 3 മാസം 6 മാസം ഒക്കെ പട്ടിണി നടക്കും. അതിലൊന്നും സംശയമില്ല. ഉം. കാരണം അയാളുടെ സുഖം എന്ന് പറയുന്നത് മുഹമ്മദ് നബിനെ കുറിച്ച് ഹദീസിൽ പറയണില്ലേ, എത്രയോ 30 ഒട്ടക ദിവസോ അല്ല അല്ല, 30 ദിവസത്തെ വഴി ദൂരം ഓക്കെ എല്ലാ കയ്യിലായതിനു അകലെയുള്ള ശേഷം ആളുകൾക്ക് റസൂൽ പോലും അവര് മുഹമ്മദിൽ ഭയം ജനിപ്പിച്ചുകൊണ്ട് അള്ളാഹ് മുഹമ്മദിന് അനുഗ്രഹം ചെയ്തു എന്ന് ഹദീസില്ലേ. ഉണ്ട്. അതാണ് മുഹമ്മദിന്റെ സുഖം. അല്ല അതിപ്പോ മുഹമ്മദ് സുഖം നബിയുടെ ഏറ്റവും വലിയ തൃപ്തിയും ആസക്തിയും ഈ അധികാരമായിരുന്നു. ആളുകളെ ഭയപ്പെടുത്തി തന്റെ കീഴൊതുക്കി താൻ പറയുന്ന ആദർശത്തിനെ അല്ല കീഴ്പ്പെടുത്തി അല്ല അതിന് അതിന് മുഹമ്മദ് നബി വിരുദ്ധരാകുന്നവരെ ശിക്ഷിച്ച് അതിന് വിമർശിക്കുന്നവരെ കൊന്നുകളഞ്ഞു. എന്തൊക്കെ അക്രമം അത് ചെയ്തിട്ടുണ്ട് അവിടെ. അതങ്ങനെ ആര് പറഞ്ഞു? എത്ര ചരിത്രങ്ങൾ. നിങ്ങൾ ഇത് എവിടുന്ന് നിങ്ങൾ ഇതൊക്കെ, നിങ്ങൾ ഇത് ആ ഉസ്താദല്ലേ, നിങ്ങൾ ഇങ്ങനെ ചരിത്രത്തിൽ ചോദിക്കാൻ എങ്ങനെ പാടുണ്ടോ? വിശ്വാസം? അല്ല ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസം വന്നു? റസൂൽ വിശ്വാസം ഇല്ലാത്ത ആൾ പിന്നെ ഒരാൾ പറയുന്നത് വിശ്വാസിക്കാൻ ഞാൻ എങ്ങനെയാണ്? പറയുന്നത്, നിങ്ങൾ റസൂലിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അവിടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് നടത്തി എന്നുള്ള കാര്യത്തിൽ അല്ല നിങ്ങൾ അല്ല 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 മുന്നോട്ട് വെക്കുന്ന, നിങ്ങൾക്ക് പറഞ്ഞുതരാം എതിരാൽ മാത്രം പറഞ്ഞുതരാം വിശ്വാസം, പ- സത്യത്തിൽ വിശ്വാസമില്ല, പറഞ്ഞു അയാൾ തരാം പറഞ്ഞതിൽ വിശ്വാസമില്ല, പറഞ്ഞു തരാം അയാൾ എതിർ പറഞ്ഞ ആളിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എതിര് എന്താ? പറഞ്ഞതല്ല, ഇതൊക്കെ നിങ്ങളെ ഗ്രന്ഥത്തിലുള്ളതാണ്. അതെ. ഓക്കെ. ഞാൻ പറയുന്നത് ഇതിന്റെ ഉം, ദൈവികമായ അംശം മാറ്റി വെച്ചാൽ ഉം. പുള്ളി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലക്ഷ്യത്തിന് അവിടെ അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനല്ല. അങ്ങനെ അല്ല തന്നെയാണ്. ഞാൻ അല്ലല്ല അതിന് നമുക്ക് റസൂള്ള തെളിവില്ല പറഞ്ഞതിൽ വേറെ. വിശ്വാസമില്ല, പിന്നെ സാബി പറഞ്ഞതിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ അല്ലല്ല പറ്റും? അല്ല സൂഹിച്ചെന്നോ അങ്ങനെ സൂഹിച്ചില്ല എന്നോ? അല്ലല്ല, ഇതൊന്നും അങ്ങനെയല്ല പറഞ്ഞത്. അല്ല ഞാൻ റസൂള്ള പറയുന്നത് പൊട്ടത്തരം മുഹമ്മദ് പറയുമ്പോ നബി സാബികളും പൊട്ടത്തരം പറയുമല്ലോ. പറഞ്ഞിട്ടുണ്ടാവും. ആ, പൊട്ടത്തരാണ് നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല, പിന്നെ നമ്മൾ പറയൂല. ആ പിന്നെ അത് എടുത്ത് ഗ്രന്ഥത്തിലുള്ളത് പറയുന്ന പൊട്ടത്തെറ്റാണ് തെളിവല്ലേ? നിങ്ങൾ അല്ല പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് നമ്മൾ അതിന് അത് പറയൂല. തെളിവില്ല. അതിൽ കുഴപ്പമില്ല. അത് ഞങ്ങൾക്ക് തെളിവല്ലല്ലോ. പിന്നെ എങ്ങനെ റസൂള്ളാന്റെ ഒരു വാക്കും പിൻപറ്റുന്നില്ല, മറ്റുള്ളത് മാത്രം അന്ധമായി പറ്റുമെന്ന് വിശ്വസിക്കാൻ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതിനെങ്ങനെയാ? അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മുഹമ്മദ് മറ്റുള്ളവർ നബി, പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ അല്ലെ, പറ്റും? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ആ, ആ, പിന്നെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന്റെ തെളിവ്, ആ, അത് നമ്മൾ ചോദിക്കുമ്പം അത് തെളിവ് തരണമെങ്കിൽ ഉം. അതിന് എന്തെങ്കിലും തെളിവ് വേണ്ടേ? ഞാൻ പറയുന്നത് അതേ സമയത്ത് അവിടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് നടന്നിട്ടുണ്ട് എന്നതിന് തെളിവുണ്ട്. ഉം. ചരിത്രത്തിൽ വേറെയും തെളിവുണ്ട്. ഇസ്ലാമിന് പുറത്ത് തെളിവുണ്ട്. അല്ലെ പുറത്തത് നിങ്ങൾ വിശ്വസിക്കും, അകത്ത് വിശ്വസിക്കില്ല അല്ല, എന്ന് പല പറഞ്ഞാൽ കാര്യങ്ങൾ കോറിലേറ്റ് ചെയ്തിട്ടാണ് അല്ല നമ്മൾ പറയാ. അതിന്റെ അർത്ഥം ഇല്ലല്ല. അതെന്താ? മുഹമ്മദ് നബി പറഞ്ഞ അമാനുഷികമായ സങ്കല്പങ്ങൾക്കും
ദൈവകഥകൾക്കും യാതൊരു അല്ല തെളിവില്ല. ഇതിപ്പോ ഞാനിപ്പോ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ഏട്ടനും അനിയും അപ്പൊ ശരി, പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞ മാത്രമേ ഞാൻ വിശ്വസിക്കൂ, അപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഇത്. മുഹമ്മദ് നബി ജീവിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതെ. ഇതൊരു സങ്കല്പ കഥയാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. ആ. മറ്റേതിന് അല്ല നിങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നത്, അതായത് അവിടെ നടന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററി മനസ്സിലാക്കണമെങ്കിൽ മുഹമ്മദ് നുബുവത്ത് കിട്ടിയ കഥ മുഹമ്മദ് പറഞ്ഞ നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുന്നത് അല്ല അങ്ങനല്ല വളരെ റിയാലിറ്റി ബാലിശമായിട്ടുള്ള കേസ്. വാദമാണ്. അല്ല ശരിയല്ല, ഒന്നും കൂടി ഇങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് ചിന്തിക്കേണ്ടത്? അല്ല ചിന്തിക്കുന്നതിൽ എന്തോ ഇതില്ല. എന്തായാലും ഇപ്പോ എന്താ ചിന്തിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞത് ഞാൻ റസൂലുള്ളാക്ക് ചിന്തിക്കാം. അപ്പൊ റസൂലുള്ളാക്ക് അപ്പുറമുള്ള ഒരു ചരിത്രത്തിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇപ്പൊ ഈസാ നബി അപ്പുറമുള്ള ആയാലും മൂസാ നബി ആയാലും അങ്ങനെ ഒരു ചരിത്രം മുഹമ്മദ് പറഞ്ഞതല്ലാത്ത കുറെ കഥകൾ, ചരിത്രമല്ല കേട്ടോ, കഥകൾ അല്ല അത് നാട്ടിലുണ്ട്. പരിചയപ്പെടുത്തി. ലോകത്തിന്റെ അന്ത്യവും അവസാനവും ഉണ്ടായതും ഇനി പോകുന്നതും വരുന്നതും എല്ലാ തെളിവും റസൂലിൽ നിന്നല്ലാതെ വേറെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ എവിടെ നിന്ന് വന്ന്, എന്തിനു വന്നു, എന്ത് തെളിവ്? എവിടെ പോകുന്നത്, എന്ത് തെളിവ്? നമ്മളിപ്പോ ഇതൊക്കെ ഞാൻ പറയട്ടെ, ജനനത്തിന് മുൻപ്, അതായത് മുഹമ്മദ് പറഞ്ഞ ആ, ഒരു കഥ, ഒരു സങ്കല്പവും പിന്നെ മരണത്തിന് ശേഷമുള്ള കഥയുമാണ്. നിങ്ങൾ ജീവിതത്തെ കുറിച്ച് മുഹമ്മദ് നബി പറഞ്ഞതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ, എന്താ കഥ എന്ന്. അല്ല ഇപ്പൊ ഒരു മനുഷ്യന് നമ്മൾ എവിടെ നിന്ന് വന്നത്, ഉമ്മാന്റെ വയറ്റെന്ന് വന്നതെന്നുള്ള അറിവുണ്ട്. അതിനപ്പുറമൊക്കെയുള്ള അറിവുണ്ടാ? ആ, അതിനപ്പുറമുള്ള എന്താ അറിവുള്ളത്? അതാണ് അല്ല എങ്ങനെയാണ് മനുഷ്യരുടെ ഉൽപ്പത്തി ഉണ്ടായത്, അല്ല എങ്ങനെയാണ് ആദ്യത്തെ അതിനപ്പുറമുള്ള അറിവ് അല്ല, മനുഷ്യനുണ്ടായത് പറഞ്ഞുതരാം. അതിന്റെ ആദ്യത്തെ അപ്പുറമുള്ള മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഇതല്ല നിങ്ങളെ ചോദ്യം. ആ ആ, ഈ ചോദ്യത്തിന് മുഹമ്മദ് പറഞ്ഞ അറിവെന്താ? മണ്ണ് എന്താ? കുഴച്ചു, സൃഷ്ടിച്ചു, ഊതി, അല്ലേ? അതെ അതെ നിങ്ങൾ വിശ്വസിക്കണ്ടോ? അതെ അതെ വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതെ അതെ. ആ അപ്പൊ അതേ സമയത്ത് ജീവപരിണാമത്തിലൂടെ ജീവൻ ഉരുത്തിരിഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അല്ലല്ല സാധ്യമല്ല, അല്ലെ? അല്ല അത് അങ്ങനെയല്ലാന്ന് വേറെ പറഞ്ഞ ആളാര്? അല്ല അല്ല, അങ്ങനെയല്ല എന്ന്, അങ്ങനെയാണ് എന്ന് നിങ്ങൾ ഈ കഥയിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. അതെ അതെ. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ അന്വേഷിക്കാൻ വിശ്വാസത്തിന്റെയും തെളിവ് എന്താണ്? മുഹമ്മദിന് പ്രവാചകനാണെന്ന് പറഞ്ഞു ഉള്ള വാദമാണ്. ആ പ്രവാചകത്വത്തിന്റെ തെളിവാണ് ഒന്നാമത്തെ അന്വേഷിക്കേണ്ടത്. അതാണ് നിങ്ങളോട് ചോദിച്ചത്, ജിബ്രീലാണ് വന്നതെന്ന് മുഹമ്മദ് നബി എങ്ങനെ കൺഫേം ചെയ്തു എന്ന്. അല്ല കൺഫേം ചെയ്യാനുള്ള എല്ലാ വഴിയും ഉണ്ട്. അത് വേറെ എങ്ങനെ വിഷയം. എങ്ങനെ ഏഹ് എങ്ങനെ ഇതെല്ലാം അവിടെ നമുക്ക് പോയി നിൽക്കും. ഇപ്പൊ ഇതൊക്കെ ഹിറാ ഗുഹയിൽ നിങ്ങൾക്ക് പോയി ഇല്ലാത്ത നിൽക്കും. ഒരു അറിവും ഒരു നീ ചളിയും ഒരു പറഞ്ഞുതരാം, നിങ്ങൾക്ക് പനിയും ഇതിന്റെ നിങ്ങൾ സിമ്പിൾ കേൾക്കാത്തത് ആയിട്ട്, കേൾക്കുന്ന കാണാ. അല്ലല്ല, ഇതാ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇത് മുഹമ്മദ് നബി ഹിറാ ഗുഹയിലേക്ക് എത്ര മാസമാണ്? 45 ദിവസോ 30 ദിവസോ 3 മാസോ എങ്ങനെ പോയ കണക്കുണ്ട്. കറക്റ്റ് ഡേറ്റ് ദിവസം എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഈ കച്ചവടത്തിൽ പ്രാഗൽഭ്യം കണ്ടിട്ട് മുഹമ്മദിനോട് ഇഷ്ടം തോന്നി മുഹമ്മദിനെ സ്വന്തമായി കല്യാണം ആലോചിച്ച് കല്യാണം കഴിച്ച ഖദീജ തന്റെ 55-ാമത്തെ വയസ്സിൽ മുഹമ്മദ് നബി 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ ആ മലേന്റെ പൊക്കത്ത് കയറിയിരിക്കുമ്പോ അവിടേക്ക് കഞ്ഞിപ്പാത്രമായിട്ട് പോയിരുന്നു എന്നാണ് കഥ. അതെ, ദാറ്റ് മീൻസ് ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ തുടക്കമാണ്. ഇങ്ങനെ ഒരു പ്രവാചകത്വം അവകാശപ്പെടാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി കൃത്യമായി പ്ലാനിങ്ങോട് കൂടി മുഹമ്മദും ഖദീജയും വറക്കയും എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് മലയുടെ മുകളിൽ പോയി കുത്തിരിക്കുന്നതും ഖദീജ അവിടേക്ക് വയസ്സുകാലത്ത് കഞ്ഞി കൊണ്ടേറ്റ് പോകുന്നതും അവിടെ നിന്ന് കൃത്യമായി 40 ദിവസമോ 45 ദിവസം കഴിയുമ്പോൾ ആള് വരുന്നതും ആ വന്ന ആളാ അള്ളാഹുവിന്റെ ആളാണെന്ന് മുഹമ്മദ് നബി സ്വയം തീരുമാനിക്കുന്നതും അല്ലെ? ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ജേണിയുടെ തുടക്കത്തിന് വേണ്ടി വെൽ പ്ലാൻഡ് ആണ്. അല്ലെങ്കിൽ എന്തിനാണ് ഖദീജ ബീവി കഞ്ഞോണ്ട് പോവാ? നിങ്ങളിപ്പോ കല്യാണം നിങ്ങൾ മകളുണ്ട്, അങ്ങനെയല്ല. റസൂലുള്ളാഹിക്ക് അത്ര ചെറിയ പെണ്ണ് അല്ല ഖദീജ ബീബി കിട്ടി, സ്വത്ത് കിട്ടി, അവിടെ സുയിക്കുന്ന വിട്ടിട്ട് പിന്നെ ഈ ഒരു റിസ്കിന്റെ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞാൻ പറഞ്ഞത്, അധികാരമോഹം ഉള്ളവർക്ക് സമ്പത്ത് കൊണ്ട് തൃപ്തി വരില്ല, വിവാഹം കൊണ്ട് തൃപ്തി വരില്ല. അധികാരമോഹം ഒന്നും ഉണ്ടായിരുന്നു? അതെ, മുഹമ്മദ് നബി ആ പ്രദേശത്തിന്റെ കൺട്രോളാണ് ഉദ്ദേശിക്കുന്നത്. അധികാരം എന്താവശ്യത്തിന് മനുഷ്യന്മാർക്ക്? അധികാരത്തിന് വേണ്ടിട്ട് തന്നെ. ഖദീജക്കും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഖദീജനെ ഭയങ്കരമായിട്ട് ആളുകൾ കളിയാക്കിയിരുന്നു മുഹമ്മദിനെ കല്യാണം കഴിച്ച കാര്യത്തില്. അപ്പൊ ആ പ്രദേശത്തിന്റെ മുഹമ്മദിനെ കല്യാണം കഴിച്ചേനെ സമ്പത്തില്ലാതെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ സമ്പത്ത് മുഴുവൻ മുഹമ്മദ് നബിക്ക് കൊടുത്തു. പറഞ്ഞു എന്റെ മുതൽ മൊത്തം കൊടുത്തു. പക്ഷെ അപ്പോഴും അവിടെ ഒരു എന്താ പറയാ, എന്നിട്ട് തൃപ്തി വന്നില്ല, അധികാരം കൂടി പിടിക്കണം എന്ന് പ്ലാൻ ചെയ്തു.
ഇത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് കച്ചവടക്കാരനായ ഒരു ഭർത്താവ് കച്ചവടത്തിനൊന്നും പോകാതെ മലേന്റെ മുകളിൽ പൊത്തിൽ കയറി കുത്തിയിരുന്നാൽ അവിടത്തേക്ക് കഞ്ഞിയും പയറും കൊണ്ട് പോകുന്ന ഒരു അവസ്ഥക്ക് രണ്ട് സാധ്യതകളേ ഉള്ളൂ. അല്ല, ഒന്നുകിൽ അവിടെ അധികാരം വേണ്ടല്ലോ. ഖദീജ ബീവിന്റെ മതിൽ തന്നെ റസൂലുള്ളാഹിക്ക് ജീവിക്കാൻ മതിയല്ലോ. അത് പോരെ സുഹൃത്തെ, അധികാരം വേണ്ടവർക്ക് അങ്ങനെയാണ്. ഇനി അധികാരമുള്ളവർക്ക് സമാധാനമാണ് വേണ്ടതെങ്കിൽ ഓല് ചിലപ്പോ കൊട്ടാരം വിട്ടിറങ്ങി പോയിന്നും വരും. അല്ല, കൊട്ടാരം വിട്ടുമ്പോ അത് ഓരോ പോയിന്ന് ആളുകളുടെ പറഞ്ഞാൽ സംതൃപ്തി, ഓരോ ആളുകളുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചിരിക്കും. ഈ മലയുടെ മുകളിൽ കയറി കുത്തിരിക്കുന്നതിന് ചരിത്രത്തിൽ മറ്റു കഥകളിൽ തെളിവുണ്ട് കേട്ടോ. അല്ല, രാജാധികാരം പിടിച്ചു പറയുവെല്ലാം നിർത്തിയതല്ല റസൂലുള്ള. എല്ലാ കാര്യങ്ങളും നിർത്തി ഒരു നന്മയിലേക്കാണ് ലോകം ജനത ക്ഷണിച്ചത്. ഇല്ല, ഏഹ് ഇപ്പൊ ഇവിടെ BJP ജയ് ശ്രീറാം വിളിക്കുന്നത് രാമരാജ്യം പണിയാനാണോ BJP അധികാരത്തിൽ വരാനാണോ? BJP അധികാരത്തിൽ വരാനാണ്. സിമ്പിൾ ആണ്. അതെ. നിങ്ങൾക്ക് എല്ലാം അറിയാം, പിന്നെന്താ ടെൻഷൻ? അള്ളാഹു അക്ബർ അന്നത്തെ കാലത്തെ ജയ് ശ്രീറാം ആയിരുന്നു, വേറെ ഒന്നുമില്ല. അല്ല, ലളിതമായിട്ട് നിങ്ങൾ മനസമാധാനത്തോടെ പോയിട്ട് ഒന്നും കൂടി, അതായത് നമ്മള് ഈ കഥകളില് അന്ധമായ വിശ്വാസം ഒഴിവാക്കിയിട്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ പോലും ആ വിശ്വാസത്തിൽ തന്നെയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നുകൊണ്ട് ഇതിനൊന്നുകൂടി വായിക്കാം. അതായത് ദൈവം സൃഷ്ടിച്ചു മനുഷ്യനെ എന്നുള്ള നിങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുക. എന്നിട്ട് ദൈവം നിങ്ങൾക്ക് യുക്തിയും ബുദ്ധിയും തന്നു നിങ്ങൾ വിശ്വസിക്കണ്ടോ? ആ രണ്ട് സാധനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. മറ്റു കഥകളെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. എന്നിട്ട് ഈ ചരിത്രത്തെ നിങ്ങൾ ഒന്നുകൂടി വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഈ മെനക്കെട്ട് ഈ കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടി നിൽക്കുന്ന, അപ്പൊ ഒന്നിലും വിശ്വാസമില്ല, എനിക്ക് ഒന്നിലും വിശ്വാസമില്ല, ഞാൻ ഒഴിവായി എന്ന് പറഞ്ഞ് നിന്നാ പോരാ. കാരണം ഈ പൊട്ടക്കഥയിൽ ഇപ്പോഴും വിശ്വസിച്ച് അപ്പുറത്തത് എടുക്കാൻ പാടില്ല, ഇപ്പുറത്തത് എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കഥ പൊട്ടക്കഥ ഞാൻ വിശ്വസിക്കുന്നത്? ഞാൻ ഒരു പൊട്ടക്കഥയിലും വിശ്വസിക്കുന്നില്ല. അല്ല, നിങ്ങൾ ഇപ്പൊ റസൂല പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസമില്ല, ശേഷമുള്ള സഹാബികളും അതൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. നമ്മള് ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളും ചരിത്രത്തിൽ മറ്റു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാണ്. ഇപ്പം അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ, മുഹമ്മദ് പരിചയപ്പെടുത്തിയത് പോലത്തെ ഒരു ദൈവത്തെ വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇതുപോലെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൊരു സ്വാഭാവികമായിട്ടൊരു കോറിലേഷൻ സാധ്യമാണ്. ഇല്ല, മുഹമ്മദ് പരിചയപ്പെടുത്തിയതല്ലാത്ത ഇതുപോലത്തെ ഒരു ദൈവസങ്കല്പം നിങ്ങൾക്ക് വേറെ മുഹമ്മദ് പറഞ്ഞ തെളിവല്ലാതെ ഇല്ല. മുഹമ്മദ് പറഞ്ഞ തെളിവ്, അതായത് അങ്ങനെ ഉണ്ടായിരുന്നത് മുഹമ്മദ് പറയാണ്. ഞങ്ങൾക്ക് ഒരു തെളിവ്, ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഈ ബൈബിളിലെ കഥയില് അബ്രഹാമിന്റെ മകനെ അർക്കാൻ കൊണ്ടുണ്ട്. ആ മകന്റെ പേരെന്താ? ഇസ്മായിൽ. അതെവിടുന്ന് കിട്ടി? ഒരു മിനിറ്റ്. ഇതേ കഥ ബാക്കി എല്ലാ സംഭവങ്ങളും എവിടെ ഉണ്ട്? തോറയിലുണ്ട്. അവിടെ പക്ഷെ ആളുടെ പേര് ഇസ്മായിൽ അല്ല, ഇസ്ഹാഖാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ തോറ? നിങ്ങൾ പോയി വായിക്കണം. അതിവിടെ കൊണ്ടുവന്ന് ഇസ്മായിലാക്കി. മനസ്സിലായോ? അതെന്തിനാന്നറിയോ? അതൊക്കെ ഈ പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ അത്യാവശ്യം തോറയും ബൈബിളും ഒക്കെ അറിയാവുന്ന ഒരാളുടെ സഹായത്തോടു കൂടി വെൽ പ്ലാൻഡ് ആയിട്ട് നടന്ന ഒരു ട്രാൻസ് സിനിമയുടെ സ്ക്രിപ്റ്റ് മാത്രമാണ് ഇസ്ലാം. അതിലെ ഫഹദ് ഫാസിലിന്റെ റോൾ അഭിനയിച്ച ക്യാരക്ടർ മാത്രമാണ് മുഹമ്മദ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? അത് മുഹമ്മദിന്റെ കാലം കഴിയുന്നതോടുകൂടി ഇബ്രാഹിം നബിക്ക് മക്കൾ ഇസാഖ് ഇല്ലല്ലോ. ഇബ്രാഹിം നബിന്റെ മകൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ മക്കള് ഇസാഖുള്ള എന്താ? ഇസ്മായിൽ നബി അല്ലേ പരിചയപ്പെടുത്തിയത്? ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് ഈ ബാക്കി കഥയൊക്കെ മുഹമ്മദിന് കിട്ടിയിടത്ത് അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റില് ഇസ്ഹാഖാണ്. അവിടെ നിങ്ങൾ ഒന്നുകൂടി പോയി പഠിക്കണം. നിങ്ങൾ വെറുതെ മുഹമ്മദ് നബി പറഞ്ഞ ഈ കഥയുമ മാത്രം കെട്ടിമറിയാതെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിക്കേ. പൊളിറ്റിക്കൽ ഹിസ്റ്ററി മതഗ്രന്ഥമല്ലാതെ തന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എഴുതിയ പുസ്തകങ്ങൾ. അവിടെയാണ് പ്രശ്നം. അല്ല, മറ്റുള്ളതല്ല ദുർബലപ്പെട്ടതിന് ശേഷം ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റിമറിച്ചിട്ടുണ്ടാവും. ഈ ഒരു കാര്യം ഒറിജിനൽ അല്ലാതെ മാറ്റി തിരുത്തപ്പെട്ടു വിരലോടുകൂടെ മറ്റതെല്ലാം അതൊക്കെ വെറുതെ മുഹമ്മദ് നബി പറഞ്ഞ ആ ഒരു തള്ളല്ലേ, ആ ഓളത്തിന് തള്ളല്ലേ. ഇതിനൊന്നും തെളിവില്ലാന്ന് സുഹൃത്തെ. അതല്ല ഞാൻ പറയണ നിങ്ങൾക്ക്. ഞാൻ പറയുന്നത് 40 ദിവസമോ 35 ദിവസമോ, ഇത്ര കറക്റ്റ് ഡേറ്റ് നീ നോക്കണ്ട, ദിവസം നോക്കണ്ട. കച്ചവടത്തിൽ കൗതുകം ജനിച്ച് ഇഷ്ടം തോന്നി കല്യാണം കഴിച്ച് കാമുകനും ഭർത്താവുമായിരുന്ന മുഹമ്മദിനെ
ഉം. കച്ചവടത്തിന് മര്യാദക്ക് പോകാതെ മലന്റെ മുകളിൽ പൊത്ത് കയറി കുത്തിരിക്കുമ്പോ അവിടേക്ക് കഞ്ഞിയും പയറും കൊണ്ട് ഖദീജ പോണെങ്കിൽ ഖദീജക്ക് അതിനൊരു ഉദ്ദേശമുണ്ട് ഇല്ലേ? ഉണ്ട്, ഉദ്ദേശമുണ്ട്. ഉണ്ട്. ഉം. അപ്പൊ ജിബിരിൽ വരും എന്നായിരുന്നോ? വിഭൂത്ത് അതായത് കിട്ടും ഖദീജ എന്നായിരുന്നോ? ബീവി പറഞ്ഞല്ലോ, നിങ്ങള് ഒരു നിലയ്ക്കുള്ളതായ ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയാണ്. ഉം. സ്വന്തം റസൂലുള്ളാഹിനെ പറ്റിയിട്ട് ഒറ്റ ഒരു കുറ്റം കുറവ് പറയാൻ ആർക്കും ഇല്ലല്ലോ. ഖദീജ എന്ന് പറയുന്ന ഭാര്യയെ കുറിച്ച് എനിക്ക് ഒരു പരാതിയില്ല, അത് വേറെ കാര്യം. ആ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ച പുസ്തകങ്ങളിൽ ഖദീജ നല്ല ഉത്തമയായ ഭാര്യയായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആ, ആ, ഉത്തമയ അത് മാത്രമല്ല, ഇസ്ലാം പറയുന്ന പോലത്തെ ഉത്തമയല്ല, നല്ല ആ, ശക്തയായ ഉം. ഭാര്യയായിരുന്നു. അതെ അതെ അതെ. മുഹമ്മദിനെ പ്രൊട്ടക്ട് റസൂലുള്ളാഹി ചെയ്ത, ഒരു മിനിറ്റ്, ഉം. മുഹമ്മദിനെ പ്രൊട്ടക്ട് ചെയ്ത ഭാര്യയായിരുന്നു. അതെ 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 മുഹമ്മദിനെ സംരക്ഷിച്ച, അതെ, അല്ലെ? എല്ലാ നിലക്കും. എല്ലാം നിൽക്കും, അതെ. അതിൽ തർക്കമൊന്നുമില്ല. ആ, പക്ഷെ ആ ഭാര്യ ആ, ഈ 55-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയുടെ മുകളിൽ പൊത്തിൽ കുത്തി, അല്ല ആ മലയുടെ മുകളിൽ പൊത്തിലിരിക്കുന്ന മുഹമ്മദ് നബിക്ക് കഞ്ഞിയും പയറും കൊണ്ടേ കൊടുക്കണമെങ്കിൽ ആ. അതിന് ഖദീജക്ക് ഒരു റീസൺ ഉണ്ടാവും. എന്താ? ഉണ്ടാവൂലേ? എങ്ങനെ ഉണ്ടാവും? ഖദീജക്ക് ഒരു ബോധ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ്, നിങ്ങളിപ്പോ ഭർത്താവാണല്ലോ, നിങ്ങളെ ആ, നാട്ടിലത്തെ ഒരു മലന്റെ മുകളിൽ ഒരു പൊത്തിന്റെ ഉള്ളിൽ കയറി നിങ്ങൾ കുത്തിരിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. ആ. അവിടത്തേക്ക് നിങ്ങളുടെ സഹധർമ്മിണി നിങ്ങൾക്ക് കഞ്ഞിയും പയറുമായിട്ട് കൊണ്ടുത്തരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, കലഹിക്കാതെ കാരണം കലഹിക്കാതെ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളോട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് അവർക്കൊരു ബോധ്യം ഉണ്ടാവണ്ടേ? ബോധ്യം ഉണ്ടാവണം. അതന്നെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അതെന്തായിരുന്നു നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അയാളെ പറ്റിയിട്ട് ഖദീജ ബീവി കച്ചവടത്തിലും മറ്റുള്ള എല്ലാ സ്വഭാവത്തിലും എല്ലാ നിലക്കും ഒരു ന്യൂനതകളും കണ്ടില്ലല്ലോ. ഇല്ല. അള്ളാഹുവിന്റെ അങ്ങനത്തെ ഒരാള് വിദ്യാവാൻ. കച്ചവടം നന്നായിട്ട് പോകുന്ന കാലത്ത് ഈ മലേന്റെ മുകളിൽ കുത്തിരിക്കാൻ തുടങ്ങുമ്പോൾ ഉം. അതില് ഖദീജ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഉം. അതിനൊരു കാരണം ഉണ്ടാവൂലേ? അല്ല, സപ്പോർട്ട് ഭർത്താവിന് ചെയ്യണല്ലോ, അതല്ല ഒരു നന്ദിയുള്ള ഭാര്യയാണ്. അതെ. അപ്പൊ അത് പ്രണയത്തിന്റെ ഭാഗം കൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുക. അതായത് മുഹമ്മദ് നബിയോടുള്ള ഒരു ഒരു പ്രണയം, ആ, അതായത് നമ്മൾ അതും ഒരാളുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുക. പുള്ളി അതും ധ്യാനത്തിലിരിക്കാൻ വേണം. തീരുമാനിച്ചു, അപ്പം പ്രം- ആ, അവരൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു. പ്രണയമാണ്, കടമയാണ്, എല്ലാ നിലക്കും. ആ, പ്രണയം എന്ന് കൂട്ടാ, കടമയൊന്നും ഇത് വരൂല. ആ, മനസ്സിലായോ? അവർക്ക് ആ, ബോധ്യപ്പെടാത്തൊരു കാര്യത്തിന് പിന്നാലെ അങ്ങനെ കഞ്ഞും കൊണ്ട് മലയുടെ മുകളിൽ കയറലൊന്നും ദാമ്പത്യത്തിൽ ഉം, പറഞ്ഞ കാര്യമല്ലല്ലോ. അത് പ്രണയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധിക്കും. ആ, ഭർത്താവ് എന്ത് ചെയ്താലും അതിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആ പ്രണയത്തിന്റെ ആ മൂർധന്യത്തിൽ പറയും. ഇനി അതെ അതെ. അങ്ങനെയാണ് നമ്മൾ സങ്കല്പിക്കാം. ഉം, ഏഹ് ഉം. ഈ വന്നത് ജിബിരിയിലാണെന്ന് മുഹമ്മദ് നബിക്ക് ആരാ പറഞ്ഞെടുത്ത്? അതന്നെ അങ്ങനെ പറഞ്ഞു കൊടുത്ത. ഇപ്പൊ ഞമ്മക്കിപ്പോ ഖദീജ അല്ലേ? സ്വന്തം വാപ്പനെ ഖദീജയാണോ? ഏ? ഖദീജയാണോ? അല്ല, അല്ലേ? ഖദീജ പറഞ്ഞു തന്നെങ്കിൽ റസൂലൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? കൺഫേം ആക്കിയത് ആരാണ്? റസൂലുള്ളാന്റെ വഴിയിലൂടെ അള്ളാഹ് അറിയിച്ചു കൺഫേം കൊടുക്കും. ആക്കിയത് ആരാണ്? അല്ല, റസൂലല്ലാന്റെ വഴി കൂടി അല്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പോയി പഠിക്കും. അല്ല, ഖദീജ. ഇവര് ഖദീജ ജിബിരിലാണെന്ന് എങ്ങനെ പറയാം? റെഫറൻസ് എടുത്തത് ആരാ? ഖദീജാന്റെ എളാപ്പ അമ്മാവനും ആരും ആയിട്ടുള്ള വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്താണ്. ഈ വറക്ക എന്ന് പറയുന്ന ആളാരാണ്? അയാൾക്ക് ഈ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ കാര്യമായ ധാരണയുള്ള ആളാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒന്നുകൂടി ആലോചിക്കുക. മനുഷ്യന്മാർ ആരുണ്ടാക്കി, എങ്ങനെ മനുഷ്യന്മാരുണ്ടായി, ജീവവർഗം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, പ്രപഞ്ചത്തിന്റെ പിന്നിൽ രഹസ്യം എന്താണ്, അതൊക്കെ ശാസ്ത്രീയമായ വഴികളിലൂടെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് ഉത്തരം കിട്ടുന്നവരെ കാത്തിരിക്കാം. അല്ലാതെ നമ്മൾ വെറുതെ ഒരു പൊട്ടക്കഥയുടെ പുറകിൽ എന്തിനാ തൂങ്ങാൻ പോകുന്നത്? അതിപ്പോ ശാസ്ത്രമായാലും അതുപോലെ തന്നെയല്ലേ. അല്ലല്ല, ശാസ്ത്രം 100 പറയുന്ന കൊല്ലത്തിന് മുമ്പ് കാര്യത്തിൽ ശാസ്ത്രം പറഞ്ഞത് മോർ പൊട്ടത്തരൊന്നും റിലയബിൾ ആണ്. പറയും. അതായത് ഇതിനേക്കാളും കുറച്ചുകൂടിയും തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അല്ല, മനസ്സിലാവുന്ന തരത്തിലാണ് ശാസ്ത്രമായാലും പറയുന്നത്. ഏതായാലും മനുഷ്യന്മാർ തന്നെയല്ലേ. അത്രേ ഉള്ളൂ. അതെ അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ വിശ്വസിക്കുമ്പോ അത് മാത്രമാണ് ശരി എന്ന വിശ്വാസം, അതിന് കൃത്യമായ തെളിവും ബോധ്യം ഇല്ലെങ്കിൽ അത് അന്ധവിശ്വാസമായി മാറും. റസൂലുള്ളാഹിന്റെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അതൊന്നും വിശ്വസിക്കണം. ഇല്ല, ഒരു അത്ഭുതം സംഭവിച്ചിട്ടില്ല. ഇല്ല, ഒരു മുജിസത്തും ഇല്ല. മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ മുജിസത്ത് എന്ന് പറയുന്നതാണ് ഖുർആൻ എന്ന് പറയുന്ന മുസീബത്ത്. അല്ല, വേറെ നിലക്ക് ഇല്ല. ഇപ്പൊ കണ്ണ് കാണാത്ത ആൾക്ക് അതിപ്പോ സി എം അലിയുള്ളാഹി ട്രെയിനൊക്കെ പിടിച്ചു നിർത്തിയിട്ടില്ലേ? സി എം അലിയുള്ളാഹി ഫ്ലൈറ്റ് 2 എഞ്ചിനും പെട്ടെന്ന് തകരാറായപ്പോ ഉള്ളം കയ്യിൽ എടുത്തിട്ട് റൺവേയിൽ ഇറക്കി കൊടുത്തിട്ടില്ലേ സി എം അലിയുള്ളാഹി? എവിടെ? ഇല്ലേ? എവിടെ? അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, കഥ പറഞ്ഞ ആൾക്കാരുണ്ട്. വിശ്വസിക്കാന്നല്ലേ? അതേപോലെ തന്നെയാണ് ഇത്. അങ്ങനെ തന്നെയാണ്. കണ്ട ആളും ഇതൊക്കെ കണ്ട ആൾക്കാരുണ്ട്. ഒരാള് പറഞ്ഞത്, സി എമ്മിന്റെ കഥയിൽ ഒരാൾ പറഞ്ഞത്,
അയാളുടെ അത് 2 കിഡ്നിയും പറഞ്ഞത് പോയി. അയാളുടെ അനുഭവസ്ഥ സ്വന്തം വന്നിരുന്ന് പറയാണ്, 2 അതെ കിഡ്നിയും പോയി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഇനി നോക്കണ്ട, 2 കിഡ്നി അതല്ല മാറ്റി ഒരുപാട് വെക്കണം. കേട്ടത്. അതല്ല പറയുന്നവന് പൊട്ടത്തരം എന്നല്ലാതെ അയാള് നല്ല അപ്പൊ മനുഷ്യനാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ കഥകൾ ആർക്കാ എന്താ പറഞ്ഞുകൂടാത്തേന്ന്? ഈ മോചിതത്തിന്റെ അതെ, കഥകളൊക്കെ അത്രേ അതന്നെയാണ് ഉള്ളൂ. എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ റസൂലിനെ പറ്റി എന്തെല്ലോ ചിന്തിക്കുന്ന ആള് നമ്മുടെ വിവരം കുറവെന്നല്ലാതെ അയാൾ റസൂലുള്ള യഥാർത്ഥത്തില് അതേ ആ രീതിയിലാണ് നമ്മൾ മോചിതത്തിന്റെ കഥകളൊക്കെ നമുക്ക് കാണണ്ടുള്ളൂ എത്രയോ എന്ന് പറയാം. അബുജാഹില് പനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ അയച്ചിട്ട് ഉം. ഒല്ലും പയച്ച് കടന്ന സമയത്ത് വലിയൊരു മുഹമ്മദ് നബിക്ക് ഞാൻ കുഴിയെടുത്ത് പറയാം, മുഹമ്മദ് നബിന്റെ കുണ്ടിലിടാൻ വേണ്ടിട്ട് ആ മുഹമ്മദ് നബി കുണ്ടിലിടുന്ന ആ കുണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ജിബ്രീൽ അറിയിച്ചു കൊടുത്ത് തിരിഞ്ഞു പോയി. അല്ല നബിയെ, വരി വരി, എനിക്ക് കുണ്ടിലിടൊന്നല്ല, പനിയാണ്. ആൾമന്ന് ചാടി മരിച്ചാലോ എന്ന് ആലോചിച്ചു എന്നുള്ളതാണ്. ആര്? മുഹമ്മദ് നബിക്ക് വഹി അല്ല, കിട്ടാതായിട്ട് മുഹമ്മദ് നബി അവിടെ നിന്ന് തിരിഞ്ഞു പോയല്ലോ. തിരിഞ്ഞു പോയി. അല്ല, അങ്ങനെ ആലോചിച്ചു എന്നാണ് ഹദീസിലുള്ള അറിയാം. അതൊരു മനുഷ്യ എന്നെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒളിപ്പിച്ചിട്ട് എന്നെ അവിടെ വരുത്തിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു അപകടത്തിൽ പെടുത്താൻ നോക്കുമ്പോ എനിക്കറിയോ? എന്റെ സുഹൃത്തെ, ഇതൊക്കെ ഈ പൊട്ടക്കഥയുടെ മുകളിൽ പറഞ്ഞുണ്ടാക്കുന്ന അപ്പൊ വേറെ അള്ള കഥകളല്ലേ? അറിയിക്കാതെ അറിയോ? ഏ അള്ള അറിയിക്ക എന്തല്ല, ഏതല്ല? മുഹമ്മദ് നബിയുടെ അടുത്ത് അള്ളാഹുവിന്റെ പ്രതിനിധി വന്നു എന്നതിന് മുഹമ്മദിന് പോലും തെളിവില്ല. ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതൊരു ബാഹുബലി കഥയോ അല്ലെങ്കിൽ ഒരു ട്രാൻസ് സിനിമയിലെ കഥയോ ആണ്. ഒരുപാട് ലക്ഷക്കണക്കിനുള്ള തെളിവിൽ ഒന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തെളിവുകൾ നമുക്ക് ഏത് തെളിവും അത് പ്രബലമായ പോട്ടെ. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് പോട്ടെ. ഇപ്പൊ മരിച്ച മനുഷ്യന്മാര് എല്ലാവരും മണ്ണിനോട് നശിച്ചു പോകില്ലേ? ജീർണിച്ചു പോകില്ലേ? എല്ലാരും പോകും. ആ എന്നാല് എത്രയോ വർഷത്തിന് ശേഷം ഒരു സഹാബി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അവിടെ റൗള പുതുക്കി പണിയുന്ന സമയത്ത് ഒരു കാലിലേക്ക് നുണയാണ്, വലിയ നുണകളാണ് ഇതൊക്കെ. രക്തം വന്ന എത്ര വലിയ നുണകൾ ഈ അടുത്ത കാലത്ത്, ഇത്തരം നുണകൾ ഈ നുണങ്ങളെന്ന് നമ്മ ഇവിടെ ഇരുന്ന് ഞാൻ പറയട്ടെ, ഞാൻ കണ്ടാളല്ലേ കഥ. ഈ നുണകൾക്ക് ഒരു കാലത്തിന്റെയും പ്രശ്നമില്ല. കാരണം ഈ അടുത്ത കാലത്താണ് കർണാടകത്തിൽ നിന്ന് ഇതുപോലെ ഒരു കഥ പുറത്തു വന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത്? അതെ. എന്നിട്ട് അവസാനം എന്തായി? അത് എന്തായി? അത് അബദ്ധമാണെന്നും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല എന്നും അത് ഫേക്ക് ആണെന്നും നടന്നിട്ടില്ലെന്ന് ഞമ്മ ഫോട്ടോത്തിൽ കാണുന്നല്ലോ. എന്ത് കാണുന്നത്? അത് ഫേക്ക് ആണെന്ന് അവിടുത്തെ പള്ളിന്റെ അധികാരികള്, പിന്നെ ഖബർസ്ഥാൻ അധികാരികൾ തന്നെ തുറന്നു പറയണ അവസ്ഥ ഉണ്ടായില്ലേ? വീഡിയോകൾ കാണുന്നൊക്കെ യാഥാർത്ഥ്യാണോ? എന്തെങ്കിലും പറയണ? ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കണേ? ഒന്നും കണ്ണിന് മുന്നിൽ കണ്ടത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതൊക്കെ നുണയാണ് സുഹൃത്തെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഞാൻ വീഡിയോയില് കണ്ടിട്ടുണ്ട്. വീഡിയോയിലല്ല, നേരിട്ട് നിങ്ങൾ കണ്ണാലെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടാ ഞാനും വിശ്വസിക്കാം. നേരിട്ട് കണ്ടില്ലെങ്കിലും നമുക്കിപ്പോ കാണാൻ പറ്റില്ല ഒരുപാട്. ഇല്ല, നേരിട്ട് കണ്ടതിനേക്കാളും കൃത്യം. അതിപ്പോ നിങ്ങള് പിന്നെ വിമാനത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അതിനൊന്നും വലിയ പണിയുള്ള സമയമല്ലല്ലോ പതി ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇത് വളരെ ക്ലിയർ ആയിട്ട് ഫോർജറി ചെയ്തെടുത്തൊരു വീഡിയോ ആയിരുന്നു എന്ന്. അത് ആ പള്ളി കമ്മിറ്റിയുമായിട്ടോ ആ ദർഗയുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് ആ ദർഗയുടെ കമ്മിറ്റിന്ന് ആൾക്കാർ തന്നെ പരസ്യമായിട്ട് പറയുന്ന അവസ്ഥ ഉണ്ടായി. ആ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനുഷ്യർക്കിടയില് ഞാൻ പറയാം, ഭൂമിയുടെ ചില പ്രദേശങ്ങളിൽ അത്തരം പ്രതിഭാസങ്ങളുണ്ട്. ചില പ്രദേശങ്ങൾ ഇപ്പൊ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മരിച്ചിട്ട് അയാളുടെ ഡെഡ് ബോഡി ഇപ്പൊ അടുത്ത് കിട്ടില്ല. ഒരു മിലിറ്ററി ഓഫീസർ, നിങ്ങൾ വാർത്ത കണ്ടില്ലായിരുന്നോ? ഈ അതിർത്തി പ്രദേശത്ത് മഞ്ഞുമലയിലാണ് ഒരു പിന്നെ പേര് കറക്റ്റ് സ്ഥലപ്പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഹിമാലയത്തില് ഇന്ത്യൻ മിലിറ്ററി ഓഫീസർ ആയിരുന്ന ഒരാള്. അല്ല, മുസ്ലിം ഒന്നുമല്ല. മുസ്ലിമിന്റെ ഡെഡ് ബോഡി മാത്രം അങ്ങനെ ഉള്ള പ്രത്യേകം സംരക്ഷിക്കുന്ന പറയണ്ട. അത് പറഞ്ഞു തരാനാണ് നിങ്ങൾക്ക് ഈ പറയണത്. മനസ്സിലായോ? അപ്പൊ വർഷങ്ങൾക്ക് ശേഷം അതുകൊണ്ടായിരിക്കും അല്ലെ സുഹൃത്തെ, വർഷങ്ങൾക്ക് ശേഷം ആ ഐസില്, ആ മഞ്ഞില് പുതഞ്ഞു പോയ ഒരു മനുഷ്യന്റെ മൃതശരീരം അതുപോലെ കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വളരെ കൃത്യമായിട്ട് ഭൗതികമായ തെളിയിക്കാൻ പറ്റുന്ന, പരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഭൂമിയിലുണ്ട്. അതല്ലാത്ത ഒരു അത്ഭുതവും ഇല്ല. ഇതൊക്കെ നമ്മൾ ഒരു നുണക്കഥയെ സത്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വേറെ കുറെ അത്ഭുത കഥകൾ നുണ പറയും. അപ്പൊ ഒരു കഥയുടെ മുകളിൽ ഒരു നുണയുടെ മുകളിൽ വേറെ കുറെ നുണ കൊണ്ട് പൊതിഞ്ഞാൽ അകത്തുള്ള നുണ സംരക്ഷിക്കപ്പെടും എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ കഥകൾ ഉണ്ടാവുന്നത്. നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ഉസ്താദാണ് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അള്ളാഹു എന്ന അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങൾ എന്ത് പേരോട്ട് വിളിച്ചോളി. നിങ്ങൾ അള്ളാഹു എന്ന ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങൾ അള്ളാഹു എന്ന് പേരിട്ട് വിളിച്ചിട്ട് പോലും
ആ അള്ളാഹു ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന കഥയിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പോലും നിങ്ങൾ അള്ളാഹു ബുദ്ധിയും യുക്തിയും മനുഷ്യന് തന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു കഥകളെ, നിങ്ങൾ വിശ്വസിക്കുന്ന കഥയെ ഉൾപ്പെടെ അതേ അള്ള തന്ന യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ നിന്ന് വെളിവായി വരും. അത്രയേ ഉള്ളൂ ഇസ്ലാം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ദൈവികമായ ഒരു പ്രശ്നവും അതിനകത്ത് ഉദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് എന്റെ ആ കാര്യത്തിലുള്ള നിലപാട്. നിങ്ങൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഇനി വിളിച്ചോളൂ. ഞാനൊരു കല്യാണത്തിന് ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് ഞാൻ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി വിളിച്ചത്. ശരി, താങ്ക് യു. താങ്ക് യു.